പ്രിയമുള്ളവരെ, ഈ ഒരു സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൂടെ നിഴൽ പോലെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ ചേർത്ത് പിടിക്കും. നമ്മൾ ഒരുപാട് വിശ്വസിച്ച് ചേർത്ത് പിടിക്കും ആ വ്യക്തിയെ. ആ വ്യക്തി നമ്മൾ ഒരുപാട് ചേർത്ത് പിടിക്കുമ്പോൾ ആ വ്യക്തി എന്തിനും ഏതിനും നമ്മുടെ കൂടെ ചങ്കായിട്ടും നിഴലായിട്ടും എന്തിനായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ ചങ്ക്. പക്ഷെ പിന്നീട് ഒരു സമയം കഴിയുമ്പോൾ ആ വ്യക്തി നമ്മളുടെ തോളിലേക്ക് കയറി തുടങ്ങും. ഈ തോളിലേക്ക് കയറി തുടങ്ങുമ്പോൾ നമ്മൾ അവനെ ആ ഒരു തോളിൽ ഇരിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. കാരണം ആ വ്യക്തിയെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചു പോകും. പക്ഷെ പിന്നീട് ഒരുപാട് സമയങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. ആ തോളിൽ നിന്നും ഇരിക്കുന്നത് ചെവി കടിക്കാനാണെന്ന് നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അങ്ങനത്തെ വ്യക്തികൾ, കാരണം നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴും നല്ല നിലയിൽ സമ്പാദിച്ചു തുടങ്ങുമ്പോഴും ആ വ്യക്തിക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും. എന്ത്, നമ്മൾക്കൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, നിനക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പല തരത്തിലും പല രീതിയിലും ആള് നമ്മളെ അവഗണിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കുറ്റങ്ങൾ പലയിടത്തും പലയിടത്തും പറയാനും മറ്റുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനും അവൻ അങ്ങനെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ നമ്മുടെ എല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കാം, പിന്നീട് നമ്മൾ മറ്റുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം. പക്ഷെ മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയാലും നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കും. ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ ഒരുപാട് വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള ആളുകൾ അയാളെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാത്തത്. പക്ഷെ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ആ വ്യക്തി നമ്മളെ ഒരുപാട് അവഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ആ വ്യക്തി നമ്മളെ തോളിൽ കയറിയത് ചെവി കടിക്കാനാണെന്നൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കും. പക്ഷെ അപ്പോഴത്തിന് കാലം നമ്മളേക്ക് ഒരുപാട് മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ആ വ്യക്തിയെ അവിടെ നിന്നും അറിഞ്ഞു മുതൽ നമ്മൾ അവിടുന്ന് മാറ്റി നിർത്തുക. ഇത് ഒരു പാഠമാണ്.